പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ ദൂത് കി തര എന്ന പാഠത്തിലെ ദൂത് കി തര പാൽ പോലെ എന്ന ഈ പാഠത്തിലെ ആദ്യത്തെ 1-2 പ്രവർത്തനങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. पहला सरगर्मी ये है, गाय एक पालतू जानवर है. आपके घर में कौन कौन से पालतू जानवर है, उनके नाम लिखिए. गाय എന്നത് ഒരു പാൽത്തു ജാൻവറിൻ്റെ പേരാണ്. गाय എന്നത് ഒരു പാൽത്തു ജാൻവറിൻ്റെ പേരാണ്. इसी तरह आपके घर में कौन कौन से पालतू जानवर है, നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം പാൽത്തു ജാൻവറുകളാണുള്ളത്, ഉൻകെ നാം ലിഖിയെ. അപ്പോൾ ആദ്യം നിങ്ങൾ പാൽത്തു ജാൻവറിൻ്റെ പേര് എഴുതണം. गाय, बकरी, बिल्ली, കുത്ത, ഇവയെല്ലാം വളർത്തു മൃഗങ്ങളാണ്. ബൈല് അല്ലേ, ബൈൽ, ये सब പാൽത്തു ജാൻവർ है. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾക്കറിയാവുന്ന പാൽത്തു ജാൻവറിൻ്റെ പേരെഴുതുക എന്നതാണ് ആദ്യം. दूसरा, पसंदीदा एक जानवर की तस्वीर खींचिए. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ജാൻവറിൻ്റെ തസ്വീർ നമ്മൾ വരക്കണം. ഒരുപോലെ ഒരു കല്ല് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തസ്വീർ വരക്കുക, ഒരു ചിത്രം വരക്കുക, ഏതെങ്കിലും ഒരു പാൽത്തു ജാൻവറിൻ്റെ തസ്വീർ വരക്കുക. और उसके बारे में चंद जुमले लिखिए. ചിത്രം വരച്ചിട്ട് നിറം കൊടുക്കുക. ചിത്രം വരച്ച് നിറം കൊടുക്കുക. ഏതെങ്കിലും ഒരു പാൽത്തു ജാൻവർ, ഇഷ്ടപ്പെട്ട ഒരു പാൽത്തു ജാൻവർ, ഗായാവാം, ബക്കരിയാവാം, ബില്ലിയാവാം, കുത്തയാവാം, ബയലാവാം. ഇഷ്ടപ്പെട്ട പാൽത്തു ജാൻവറിനെ കുറിച്ച് ചിത്രം വരച്ച് രംഗ് ഭരിയെ നിറം കൊടുക്കുക. ഉസ്കെ ബാരമേ ചന്ദ് ജുംലെ ലിഖിയെ. അപ്പോൾ നമുക്ക് തൽക്കാലം ബില്ലിയെ കുറിച്ച് എഴുതാം. അപ്പോൾ നിങ്ങൾ ചിത്രം വരച്ചതിന് ശേഷമാണ് എഴുതേണ്ടത്. ചിത്രം വരച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ എഴുതുന്നു, യേ ബില്ലി ഹേ. ये बिल्ली है, ഇതെന്താണ്, ബില്ലിയാണ്. ഓക്കെ, ये मेरी बिल्ली है. ഓക്കെ, റെഡിയാണല്ലോ. ഇപ്പോൾ നിങ്ങൾ ബില്ലി അല്ല, നിങ്ങൾ വരക്കുന്ന മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ ബില്ലി എന്നുള്ളിടത്ത് എന്ത് ചെയ്താൽ മതി, ഈ ബില്ലി എന്ന് വരുന്ന സ്ഥലത്ത് നിങ്ങൾ ആ ജാൻവറിൻ്റെ പേര് ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം അതുപോലെ എഴുതാവുന്നതാണ്. ये मेरी बिल्ली है. ओके, उसके बाद बिल्ली एक पालतू जानवर है. ബില്ലി ഒരു വളർത്തു മൃഗമാണ്. അപ്പോൾ അവിടെയും ബില്ലി നമുക്ക് മാറ്റാം. बिल्ली म्याऊ म्याऊ करती है. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മ്യാവു മ്യാവു. ബില്ലി എന്നുള്ളത് നമ്മളെല്ലാ വരികളിലും നിങ്ങൾ ബില്ലിക്ക് പകരം വേറെ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അത് മാറ്റണം. और उसमें മ്യാവു മ്യാവു. ഈ മ്യാവു മ്യാവു എന്നത് എന്താണ്, ബില്ലിയുടെ ആവാസാണ്, ശബ്ദമാണ്. ആവാസ് ശബ്ദമാണ്. അപ്പോൾ ആ ശബ്ദത്തിന് പകരം നിങ്ങൾ കുത്തയാണെങ്കിൽ ഭാവു ഭാവു എന്നാണ് ആ ശബ്ദമാണ് എഴുതേണ്ടത്. ഈ രീതിയിൽ ഒന്നാമത്തെ പ്രവർത്തനം വളരെ സിമ്പിളായിട്ട് എഴുതാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ നമുക്കറിയാവുന്ന, നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലയെന്ന് നോക്കണ്ട, എന്ത് ചെയ്യുക, വളർത്തുമൃഗങ്ങളുടെ പേര്, അറിയാവുന്ന വളർത്തുമൃഗങ്ങളുടെ പേരൊക്കെ എഴുതാം. ഇതിൽ ഗോഡയൊക്കെ വരുന്നുണ്ട്. ഗോഡ, ഗദ്ദയൊക്കെ വളർത്തുമൃഗങ്ങളിൽ വരും. കുതിരയും കഴുതയൊക്കെ വളർത്തുന്ന മൃഗങ്ങളാണ്. അവ കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിന് ശേഷം ഇഷ്ടപ്പെട്ട ചിത്രം വരയ്ക്കുക, അതിനെക്കുറിച്ച് എഴുതുക. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം, നമ്മുടെ പാഠം എന്താണ്, ദൂത് കി തര എന്നാണ് അല്ലേ. അപ്പോൾ ദൂത് കി തര എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അതുകൊണ്ട് നമ്മുടെ ഈ പാഠത്തിലുള്ളത് എന്താണ്, ദൂത് സെ മുതല്ലുക കിത്തനെ അൽഫാസ് ആപ്പ് ജാൻതേ ഹെ. ദൂതുമായി ബന്ധപ്പെട്ട എത്ര പദങ്ങൾ നമുക്കറിയാം, നിങ്ങൾക്കറിയാം എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നമ്മൾ ആദ്യം എഴുതേണ്ടത്
ദൂതിനെ കുറിച്ച് ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു പദസൂര്യൻ ലഭിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ദൂതിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതാം. ഉദാഹരണം സഫേദ്. സഫേദ് എന്നത് ദൂതിൻ്റെ നിറമാണ് അല്ലേ? സഫേദ് ദൂതിൻ്റെ നിറമാണല്ലോ. പിന്നെ ദൂത് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് ഏതാ? മിഠായി. ഇവിടെ ഒരു ഉദാഹരണം തന്നെ തന്നിട്ടുണ്ട്. എന്ത്? ദഹി. ദഹി. ദഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തൈര് എന്നാണ് ദഹിയുടെ അർത്ഥം. ദഹി എന്ന് പറഞ്ഞ അർത്ഥം തൈര് എന്നാണ്. ഇനി ഇത് ദഹി പോലെ ഒരുപാട് ഇതിൻ്റെ വേർഷൻ ഉണ്ട്. അഥവാ ദൂതിൽ നിന്നുണ്ടാക്കുന്ന, ദൂതിൽ നിന്ന് തൈരുണ്ടാക്കുന്നു, മോരുണ്ടാക്കുന്നു, വെണ്ണ ഉണ്ടാക്കുന്നു, നെയ്യ് ഉണ്ടാക്കുന്നു. അവയുടെയൊക്കെ ഉറുദു നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ. ചാച്ച്. എന്താ വായിക്കുക? ചാച്ച് എന്നാണ് വായിക്കുക. ചാച്ചാണ് എന്ത്? മോര്. ചാച്ച് പറഞ്ഞാൽ മോര്. ഇനിയോ? ഇനി മക്കൻ. മക്കൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വെണ്ണ. മക്കൻ വെണ്ണ. വെണ്ണക്കാണ് മക്കൻ എന്ന് പറയാം. ഇനിയോ? ഘീ. ഘീ എന്ന് പറഞ്ഞാലോ? ഘീ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാം, നെയ്യാണ് ഘീ എന്ന് പറയുന്നത്. പിന്നെയോ? പനീർ. പനീർ അറിയാമല്ലോ. പനീർ. പനീർ പാൽക്കട്ടിയാണ് പനീർ. ഓക്കെ, പനീർ. പിന്നെ പായസം എഴുതാം അല്ലേ? പായസം എഴുതാം, അല്ലെങ്കിൽ ഖീർ എന്ന് എഴുതാം. പായസം. പിന്നെ റസ് എഴുതാം അല്ലേ? റസ്. റസ് പറഞ്ഞാൽ എന്താ? ജ്യൂസ്. ഇതൊക്കെ ദൂത് കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം അല്ലേ? ദൂത് സെ എന്തെല്ലാം ഉണ്ടാക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ആദ്യം ഇത് എഴുതണം. ഏത്? ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. പദസൂര്യൻ പൂർത്തീകരിക്കണം. പദസൂര്യൻ പൂർത്തീകരിക്കുക. പദസൂര്യൻ പൂർത്തീകരിച്ചതിന് ശേഷം ഇത് മുഴുവൻ എഴുതിയെടുക്കുക എല്ലാവരും. ഓക്കെ. ഇതിന് ശേഷം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ പദങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് സെൻറ്റൻസ് എഴുതണം. ആ സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ് അടുത്തത്. ഇവിടെ നോക്കൂ. ദൂത് സെ ദഹി ബൻതാ ഹെ. ബൻതാ ഹെ എന്നതിൻ്റെ അർത്ഥം ഉണ്ടാക്കുന്നു എന്നതാണ്. ദൂത് സെ എന്ന് പറഞ്ഞാലോ? പാല് കൊണ്ട്. ഓക്കെ. ദഹി എന്നതിൻ്റെ അർത്ഥം നമ്മളിവിടെ തൊട്ടടുത്തതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? ദഹി എന്ന് പറഞ്ഞാൽ അർത്ഥം തൈര് എന്നതാണ്. ദഹി എന്നതിൻ്റെ അർത്ഥം നമ്മളിവിടെ പറഞ്ഞു തൈര്. അപ്പോൾ ഇതാണ് നമ്മൾ ഏതിലേക്ക്? സെൻറ്റൻസിലേക്ക് മാറ്റിയത്. ദൂത് സെ ദഹി ബൻതാ ഹെ. അപ്പോൾ അതുപോലെ തന്നെ ഈ വെണ്ണയുടേതും നെയ്യിൻ്റേതും പനീർ എന്നതും മിഠായി എന്നുള്ളതും ഖീർ എന്നുള്ളതും റസ് എന്നതും ചാച്ച് എന്നതുമൊക്കെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ദൂത് സെ ദഹി ഉള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചാച്ച് എന്ന് എഴുതാം അല്ലേ? ചാച്ച് എന്ന് എഴുതാം. അല്ലെങ്കിൽ മിഠായി എന്ന് എഴുതാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ ഇങ്ങനെ ദൂത് സെ ദൂത് സെ ദൂത് സെ എന്നുള്ള രീതിയിലും അവസാനം നമുക്ക് ബൻതാ ഹെ എന്നുള്ള ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള പദങ്ങളൊക്കെ എഴുതാം. അതേസമയം ദൂത് സെ സഫേദ് ബൻതാ ഹെ പറയോ? ദൂത് സെ സഫേദ് ബൻതാ ഹെ എന്നത് ശരിയാവില്ല അല്ലേ? അപ്പൊ നമ്മള് ദൂത് സെ സഫേദ് ബൻതാ ഹെ പറ്റൂല. കാരണം സഫേദ് എന്നത് എന്താണ്? ഒരു നിറമാകുന്നു അല്ലേ? അപ്പൊ ക റംഗ് സഫേദ് ഹെ. ഓക്കെ. ദൂത് മീഠാ ഹെ. ഇതുപോലെ നമുക്കറിയാവുന്നതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. ഓക്കെ. ഇനി അതെന്ത് ചെയ്യാം?
വേറെ രൂപത്തിൽ എഴുതാൻ മിഠായി മേം ദൂത് ഹെ, മിഠായി മേം ദൂത് ഹെ. ഈ രീതിയിൽ ഈ രൂപത്തിലും മാറ്റി എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഏതായിരുന്നു? പാഠേതായിരുന്നു? ദൂത് കി തര എന്ന പാഠത്തിലെ ആദ്യത്തെ 2 പ്രവർത്തനങ്ങളാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശുക്രിയ, ഖുദാ ഹാഫിസ്.